ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷം പരിസ്ഥിതി ഞായറാഴ്ച നാം ചിന്തിക്കുന്ന വിഷയം സൃഷ്ടികൾ സംസാരിക്കുന്നു, പ്രകൃതിയിലൂടെ ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധയോടെ ശ്രവിക്കുന്നു എന്നതാണ്. ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്ന വഴിയാണ് പ്രപഞ്ചം. ഓരോ സൃഷ്ടിയും ദൈവത്തിന്റെ ശബ്ദം ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. 19-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. പ്രപഞ്ചം ആഗോള താപനത്തിൽ നിന്നും ആഗോള ജ്വലനത്തിലേക്ക്, ഗ്ലോബൽ വാർമിംഗ് ടു ഗ്ലോബൽ ബേണിംഗ് നീങ്ങുന്ന ഈ കാലത്ത് ഭൂമി നമ്മോട് സംസാരിക്കുന്നത് നാം തിരിച്ചറിയണം. എല്ലായ്പ്പോഴും കാലത്തിന് മുമ്പേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സഭയാണ് CSI സഭ. മറ്റു സഭകൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ 1992 ഇന്നേക്ക് 34 വർഷങ്ങൾക്കപ്പുറം പരിസ്ഥിതി സംരക്ഷണം സഭയുടെ പ്രേക്ഷിത ദൗത്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുകയും ഉണ്ടായി. അതിനും വർഷങ്ങൾക്ക് മുമ്പ് CSI ആരാധനാക്രമം രൂപപ്പെടുത്തിയപ്പോൾ പ്രകൃതിയിലെ സൃഷ്ടികൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ടിലൂടെ നമ്മുടെ ആരാധനയിൽ ഉൾപ്പെടുത്തി എന്നത് എത്ര ശ്രേഷ്ഠകരമാണ്. ഇന്നത്തെ പാഠഭാഗങ്ങൾ ആസ്പദമാക്കി 3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, സൃഷ്ടാവായ ദൈവത്തിന്റെ ശബ്ദം സൃഷ്ടിയിലൂടെ കേൾക്കുക. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം പ്രകൃതിയിലൂടെ ഇടപെടുന്നത് വ്യക്തമാക്കുന്നു. മൃഗങ്ങളോട് ചോദിക്കുക, അവർ നിന്നെ പഠിപ്പിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ നിനക്ക് പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. തുടർന്ന് 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ കുറിച്ച് ദൈവം ഇയ്യോബിനെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമാകെ സ്വയം നീതീകരിച്ചവനായ ഇയ്യോബ് ഈ സംവാദത്തിന് ശേഷം തന്റെ അജ്ഞത തിരിച്ചറിഞ്ഞ് ഇപ്രകാരം പറയുന്നു: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. നിസ്സാര ജീവിയായ ഉറുമ്പും കാക്കയും ചെറുചെടിയായ താമരയും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളായ മിന്നലും ഇടിമുഴക്കവും നമ്മെ എന്തെല്ലാം പഠിപ്പിക്കുന്നു. നാം സാധാരണ പൂമ്പാറ്റകൾ അല്പായുസുള്ളവരാണെന്ന് പറയും, എന്നാൽ അവരുടെ ആയുസ് എത്രയെന്ന് പോലും മനുഷ്യൻ ഇതുവരെ പഠിച്ചിട്ടില്ല. വളരെ നിസ്സാര ജീവിയായി കണക്കാക്കുന്ന ഒരുപറ്റം ജീവികളെ പറ്റിയാണ് ഈ അജ്ഞത. ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചും പ്രപഞ്ച നിഗൂഢതകളെക്കുറിച്ചും മനുഷ്യൻ ഇന്നും അജ്ഞരാണെന്ന സത്യം നാം തിരിച്ചറിയണം. സൃഷ്ടാവായ ദൈവത്തിന്റെ ശബ്ദം സൃഷ്ടിയുടെ കേൾക്കുവാൻ നമുക്ക് കാതുകളെ കൂർപ്പിക്കുവാൻ ശ്രമിക്കാം. രണ്ടാമതായി, സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഉദ്ദേശ്യം നാം തിരിച്ചറിയുക. സൃഷ്ടികർത്താവ് ദൈവമായതിനാൽ സൃഷ്ടിയുടെ ഉടമസ്ഥൻ ദൈവമാണ്. എന്നാൽ ഈ ഭൂമി മനുഷ്യൻ്റെതാണെന്നും അതിനെ അടക്കി ഭരിക്കുവാൻ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുമുള്ള ധാരണയിൽ മനുഷ്യൻ പ്രകൃതിയുമായി സമരം ചെയ്യുകയും ആധിപത്യം സ്ഥാപിക്കുകയും കീഴടക്കുകയും ചെയ്തു. ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ഇതുതന്നെയാണ്. ഇതിൽ നിന്നും ഒരു മോചനമാണ് മനുഷ്യന്റെയും ഭൂമിയുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യമെന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ വ്യക്തമാക്കുന്നു. മരങ്ങൾ വച്ചുപിടിപ്പിക്കേണ്ട മനുഷ്യൻ മരങ്ങൾ വെട്ടിവീഴ്ത്തുന്നു. ഈ ഒരു പ്രതിഭാസം കണ്ടിട്ടാണ് മഴ കൊണ്ടുണ്ടായ നാട് മഴ കൊണ്ടില്ലാതെയാകുന്നു എന്ന് കുഞ്ഞുണ്ണി മാഷ് വിലപിച്ചത്. ദശകൂപ സമോഭാവി, ദശഭാവി സമോഹൃത, ദശഹൃത സമോപുത്ര, ദശപുത്ര സമോ വൃക്ഷ എന്ന സംസ്കൃത ശ്ലോകം എന്താണ് നാം പഠിപ്പിക്കുന്നത്? 10 കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം, 10 കുളത്തിന് സമാനമാണ് ഒരു തടാകം, 10 തടാകത്തിന് തുല്യമാണ് ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം. ഒരു വൃക്ഷത്തിന്റെ ശ്രേഷ്ഠതയല്ലേ ഇവിടെ വ്യക്തമാക്കുന്നത്? മനുഷ്യന് ദൈവം ആദ്യം നൽകിയ ഉത്തരവാദിത്വം എന്താണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 2:15 വ്യക്തമാക്കുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. POC ബൈബിളിൽ തോട്ടത്തിൽ കൃഷി ചെയ്യുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തോട്ടത്തിലെ വേല കൃഷിയല്ലാതെ മറ്റെന്താണ്? ഹീബ്രു ഭാഷയിൽ വേല ചെയ്യുക എന്നതിന് ഓവേദ് എന്നും കാക്കുക എന്നതിന് ഷോമർ എന്നും ഉപയോഗിച്ചിരിക്കുന്നു. സംഖ്യാപുസ്തകം 3:7-8 വാക്യങ്ങളിൽ ലേവ്യർ കൂടാരങ്ങളിൽ വേല ചെയ്യുന്നതും കൂടാരത്തെ സംരക്ഷിക്കുന്നതും ഇതേ വാക്ക് ഉപയോഗിച്ചാണ്. പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതും
അതിനെ സംരക്ഷിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ വേണം നാം ഭൂമിയിൽ വേല ചെയ്യേണ്ടതും അതിനെ സംരക്ഷിക്കേണ്ടതും. റവറൻഡ് ഡോക്ടർ KC എബ്രഹാം പരിസ്ഥിതി സംരക്ഷണം ആത്മീയതയുടെ ഭാഗമായി കണ്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എക്കോളജിക്കൽ പ്രോബ്ലം ഈസ് എ സ്പിരിച്വൽ പ്രോബ്ലം. മൂന്നാമതായി, സൃഷ്ടിയുടെ വിമോചനത്തിൽ പങ്കാളികളാകുക. റോമർ 8:22 സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോടിരിക്കുന്നു എന്ന വാക്യത്തിൽ ഞരങ്ങുക എന്നതിന് മൂലഭാഷയിൽ പ്രസവ വേദനപ്പെടുന്നു എന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് നൽകിയിരിക്കുന്നത്. പ്രസവ വേദനയ്ക്ക് ശേഷം ഒരു പുതുജീവൻ ഉണ്ടാകുന്നത് പോലെ സൃഷ്ടിയും ഒരു പുതുക്കത്തിനായി കാത്തിരിക്കുന്നു. മനുഷ്യന്റെ ആർത്തി സംസ്കാരം മൂലം സൃഷ്ടിക്ക് നിലവിലിരിക്കുവാനുള്ള ശബ്ദം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും ഞരങ്ങുക എന്ന വാക്കിന് നമുക്ക് അർത്ഥം നൽകുവാൻ സാധിക്കും. ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും അതിന്റെ ശബ്ദം അവഗണിക്കുകയും ചെയ്യുന്നു. തന്മൂലം കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും ഇന്ന് ഭൂമിയുടെ വിലാപമായി നമുക്ക് മുന്നിലുണ്ട്. മനുഷ്യരില്ലെങ്കിലും പ്രകൃതി നിലനിൽക്കും. എന്നാൽ പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യൻ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല. ആ സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകണം. ഒരു സൂഫി കഥ ഇപ്രകാരമുണ്ട്: ഒരു കാടിന് തീ പിടിച്ചു. ഒരു കൊച്ചു കുരുവി അടുത്തുള്ള പുഴയിൽ നിന്നും തന്റെ ചിറകിൽ കൊള്ളുന്ന വെള്ളം തീയിലേക്ക് ഒഴിച്ചു. ഇത് പല പ്രാവശ്യം തുടർന്നു. ഇത് കണ്ട് ഇന്ദ്രൻ ആ കൊച്ചു കുരുവിയെ പരിഹസിച്ചു. ഏ കുരുവി, നിന്റെ ഈ നിസ്സാര പ്രവൃത്തി കൊണ്ട് എന്ത് പ്രയോജനം? അതിന് മറുപടിയായി കുരുവി പറഞ്ഞു: അല്ലയോ ഇന്ദ്ര, അങ്ങ് മഴദേവനാണ്. അങ്ങേക്ക് ഒരു നിമിഷം കൊണ്ട് ഈ തീ കെടുത്തുവാൻ കഴിയും. എന്നാൽ അങ്ങ് നിഷ്ക്രിയനായിരിക്കുന്ന ഇത്രയിടത്തിൽ ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടയോ? നമ്മുടെ നിലനിൽപ്പിന് ആരുടെയും നിർബന്ധത്താൽ അല്ലാതെ നമ്മളാൽ കഴിയുന്ന പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ മനഃപൂർവമായ ഒരു ശ്രമം നമുക്ക് ആവശ്യമാണ്. മനസ്സിന്റെ പരിസ്ഥിതി നന്നായാൽ പ്രകൃതിയുടെ പരിസ്ഥിതിയും നന്നാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.